മലപ്പുറത്ത് കുറേ സ്ഥലമാറ്റം ഇപ്പോൾ ഇന്ന് പത്രത്തിൽ വായിച്ചു. അത് ഒന്നാമത് ഗവൺമെൻറ് അവരുടെ വീഴ്ച സമ്മതിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലം അത്രയും മലപ്പുറത്തിൻ്റെ സൽപ്പേര് കളയാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്നിപ്പോൾ നമുക്ക് ബോധ്യമായി. ഒരു ഗവൺമെൻറ്റിൽ നിന്ന് അത് ഉണ്ടാവാൻ പാടില്ലാത്തായിരുന്നു. ഏത് ജില്ലയെയും ഏത് ജില്ലയുടെയും സൽപ്പേര് കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ സമൂഹം, പ്രത്യേകിച്ച് പോലീസ് സേന എന്നുള്ളത് ജനങ്ങളുമായി അത്രയേറെ ബന്ധമുള്ള ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിനെ ഉപയോഗിച്ച് ഇപ്പോൾ മലപ്പുറത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന SP-ക്കെതിരെയുള്ള ആരോപണം അദ്ദേഹം മലപ്പുറത്തിൻ്റെ ക്രൈം റേറ്റ് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതാണ്. നിരന്തരമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുക, കള്ളക്കേസുകൾ ആളെ കൊടുക്കുക എന്നൊക്കെ ആയിട്ട് ക്രൈം റേറ്റ് മലപ്പുറത്ത് കൂടുതലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി എന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിനുവേണ്ടി ഒരുപാട് സമരമോടെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നേരത്തെ തന്നെ നടന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ അത് ഒരാളിപ്പോൾ കൂടുതൽ ഇപ്പോൾ അൻവർ ഇങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ അത് കൂടുതൽ വ്യക്തമായി എന്നുള്ളതാണ്. എന്ന് പറയല്ല, മലപ്പുറത്തിൻ്റെ ക്രൈം റേറ്റ് കൂട്ടിയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ജീവിക്കുന്നത്, മുസ്ലിങ്ങളെ പോലെ തന്നെ അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. കുറ്റവാളികൾ എല്ലാവരും പെടും. അതിലിപ്പോൾ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെല്ലാ മതക്കാരും പെടുമല്ലോ. പക്ഷേ മലപ്പുറത്തു നിന്നുള്ളതാകുമ്പോൾ മലപ്പുറത്തൊക്കെ കുറ്റവാളികളുടെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. അതായത് ഒരു കൂട്ടമായി അങ്ങനെയുള്ള റിപ്പോർട്ടിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ ചിന്തിച്ചു പോകും. ഒരു മതേതര സർക്കാരിൽ നിന്നും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് അവിടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. അതിന് ഗവൺമെൻറ് വേണ്ടത് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത്. അത് വെറുതെ പറയുന്നത്. മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ 2 വർഷം മുമ്പ് തന്നെ ഈ നേരത്തെയുള്ള SP-ക്കെതിരെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഉന്നയിച്ചതാണ്. മുസ്ലിം ലീഗ് ചെയ്തില്ല എന്ന് പറയും. ഞാനും കുഞ്ഞാലി സാഹിബും കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട് നിങ്ങൾ പത്രക്കാരെ തന്നെ കണ്ടല്ലോ. അത് വയനാട്ടിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ഇത് ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചല്ലോ. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല, സോറി.